രാവിലെ എണീറ്റത് മുതൽ ഓഫീസിൽ പോകേണ്ട കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു പാറു. ജോലികൾ ചെയ്യുമ്പോൾ ഒന്നും ശരിയാവാത്ത പോലെ കൈകൾ മനസ്സിനൊപ്പം എത്തുന്നില്ലായിരുന്നു. ഒരുവിധം എല്ലാം തീർത്ത് കുഞ്ചൂസിന് ഉമ്മയും കൊടുത്ത് ജെനിയുടെ കൂടെ കമ്പനി വണ്ടിക്കായി കാത്തു നിൽക്കുമ്പോൾ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ജെനിയും ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കണ്ടു ദൂരെ നിന്നും വരുന്ന കമ്പനി ബസ്. പാർവണ, ഹരിസാറാണ്. ഒരു നല്ല മനുഷ്യൻ. ഫിനാൻസ് മാനേജർമാരുടെ പതിവ് ജാടയോ ദേഷ്യപ്പെടലോ ഒന്നുമില്ല. എന്ത് സംശയവും ധൈര്യമായി ചോദിക്കാം. സാർ. ശരിയോടെ അടുത്തേക്ക് വരുന്ന സാറിനെ നോക്കി പാർവണയും ഒന്ന് ചിരിച്ചു. താൻ പെട്ടെന്ന് സാലറി റിപ്പോർട്ട് റെഡിയാക്കണം. കുറച്ച് ദിവസം പിന്നെ ഇവരുടെ ഹെഡ് ഓഫീസിലേക്ക് തട്ടിയതുകൊണ്ട് ഇവിടെ എല്ലാം പെൻഡിങ് ആയി അല്ലേ? ചിരിച്ചതല്ലാതെ പാർവണ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്താടോ തൻ്റെ ചിരിക്കൊരു വോൾട്ടേജ് കുറവ്? ഏയ് ഒന്നുമില്ല. ആ എന്നാ വേഗം. തലകുലുക്കി അനുസരണയോടെ സീറ്റിലേക്ക് പോകുന്ന ആ പെണ്ണിനെ തന്നെ നോക്കി ഹരികിഷോർ നിന്നു. എന്തോ ഒരു പ്രത്യേകത അവളിൽ തനിക്ക് ആദ്യമായി കണ്ടപ്പോൾ തന്നെ തോന്നിയതാണ്. മുട്ടറ്റമുള്ള മുടിയിൽ അവൾ എന്നും ചൂടാറുള്ള ആ തുളസി കതിർ പോലെ നിർമ്മലയായ പെൺകുട്ടി. അമ്മ പലതവണ വിവാഹം പറയുമ്പോഴും ദേഷ്യമാണ് തോന്നാറ്. എന്നാൽ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ മുഖമാണ് ഓടി വരുന്നത്. ഹലോ സാർ, ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നു. ഹാ, ജെനിഫറോ? ഇല്ല, ഞാൻ എന്തോ ഓർത്ത്. ആ പറഞ്ഞ ഫയൽ കിട്ടിയോ? എന്നാ ഒന്ന് ഒത്തു നോക്കിയേ. ഒരു 25,000 ഷോർട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യൂ. വല്ലതും എൻ്റർ ചെയ്യാൻ വിട്ടതാവും. ഓക്കെ സാർ. തന്നോട് ചിരിച്ചു നടന്ന ഹരിസാറിനെ നോക്കി ജിനി നിന്നു. പിന്നെ മെല്ലെ സീറ്റിലേക്ക് നടന്നു. പാർവണ സദാശിവൻ സാറിൻ്റെ ക്യാബിനിലേക്ക് പോകുമ്പോൾ കണ്ടു ചിരിച്ചു കളിച്ച് വരുന്ന ശ്രീയേട്ടനെയും ഗായത്രിയെയും. എന്തോ കാണുമ്പോൾ ഉള്ളു നോവുന്നു. ഇല്ല, ശ്രീയേട്ടനും ശ്രീയേട്ടൻ്റെ വീണയും എല്ലാം കഴിഞ്ഞ അധ്യായങ്ങളാണ്. ഒരിക്കലും അതിൽ തൂങ്ങിക്കിടന്നാൽ നിനക്ക് ജീവിക്കാൻ കഴിയില്ല പാർവണ, ആ പെണ്ണ് സ്വയം പറഞ്ഞു. ശ്രീധ്രുവ് മാധവ് ആരുമല്ല തൻ്റെ, ഇനി എന്തു വന്നാലും പതറില്ല എന്ന് പറഞ്ഞ് സദാശിവൻ സാറിൻ്റെ ക്യാബിൻ തുറക്കാൻ ചെന്നതും പുറകിൽ നിന്നും തൻ്റെ പേര് വിളിക്കുന്നത് കേട്ടു. പാർവണ. ഒരു പുച്ഛച്ചിരിയോടെ ഗായത്രി നിൽക്കുന്നുണ്ട്. എന്താ എന്ന ഭാവത്തിൽ അവൾ തിരിഞ്ഞു നിന്നു. അപ്പോൾ നിനക്ക് പോവാൻ ഉദ്ദേശമില്ല? അത് കേട്ട പാർവണ മറുപടി പറയാതെ മറ്റെങ്ങും മിഴികളൂന്നി നിന്നു. നീ ഇവിടെ ഉണ്ടാവുന്നതാടി എനിക്കും ഇഷ്ടം. ധ്രുവ് പറഞ്ഞ പോലെ ചവിട്ടി മെതിക്കാൻ മാത്രം താഴെ. നോക്ക് ഗായത്രി മാഡം, നിങ്ങൾ ഈ രോക്ഷം കൊള്ളുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. പിന്നെ എന്നെ ചവിട്ടി മെതിക്കുന്നതൊക്കെ മാഡത്തിനൊരു ബുദ്ധിമുട്ടാവും. എടി എന്ന് പറഞ്ഞ് ഗായത്രി അടുത്തതും സദാശിവൻ സാർ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ആ ഗായത്രി മാത്രം ഇവിടെ? ഞാൻ വെറുതെ മാഡം ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വന്നതാ. ഞാനെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു. മാഡം വന്നോളൂ, ഞാനെല്ലാം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് സദാശിവൻ സാർ ആനയിച്ച് കൊണ്ടുപോകുമ്പോഴും കത്തുന്ന 2 കണ്ണുകൾ പാർവണയുടെ നേരെ വന്നിരുന്നു. ധ്രുവ് പാർവണയെ ക്യാബിനിലേക്ക് വിളിച്ചപ്പോൾ തന്നെ അവൾ ഇനിയാ മുന്നിൽ ഒരു തെറ്റും ചെയ്യാതെ തന്നെ കുറ്റവാളിയെ പോലെ വെറിയാർന്നു ചെന്ന് നിൽക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. ഓരോന്ന് ചോദിക്കുമ്പോഴും ചടുലമായി മറുപടി പറയുന്ന ആ പെണ്ണ് തെല്ലൊരു അതിശയം നിറച്ചിരുന്നു ധ്രുവിൻ്റെ ഉള്ളിൽ. ഒപ്പം അവളുടെ പേടി നഷ്ടപ്പെട്ടതിൽ നിരാശയും. അബദ്ധത്തിൽ പോലും അവൾ തന്നെ നോക്കുന്നതോ ശ്രദ്ധിക്കുന്നതോ ഇല്ല. ഡി നിന്റെ എന്തോ ഒന്ന് ചോദിക്കാനായി വാ തുറന്നതും ഹരികിഷോർ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ അനുവാദം ചോദിച്ചതും ഒരുമിച്ചായിരുന്നു. അകത്തേക്ക് വരാൻ അനുവാദം കൊടുത്തതും പാർവണയ്ക്കായി ഹൃദ്യമായ ഒരു ചിരി സമ്മാനിച്ച് ഹരി കടന്നു വന്നു. പാർവണ തിരിച്ചു. അതും കൂടി ആയപ്പോൾ ധ്രുവിന് തൻ്റെ കൺട്രോൾ പോകുമോ എന്ന് വരെ തോന്നിയിരുന്നു. അയാൾ പല്ലിഞ്ഞരിച്ച് അവളോടുള്ള ദേഷ്യം കടിച്ചമർത്തി. വന്ന കാര്യം പൂർത്തിയാക്കി പോകുമ്പോൾ വെറുതെ ഒന്ന് ഹരിയോട് അനുവാദം ചോദിക്കാനും അവൾ മറന്നില്ല. അയാൾ നിറഞ്ഞ പുഞ്ചിരിയാൽ തലയാട്ടി വേഗം പുറത്തേക്ക് നടന്നു പോകുന്ന പാർവണയെ 4 കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു. 2 ആദ്രമെങ്കിൽ രൂക്ഷതയോടെ മറ്റു 2. തിരികെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ മനസ്സ് മുഴുവൻ ആശ്വാസം നിറഞ്ഞിരുന്നു പാർവണയ്ക്ക്. ഇന്ന് മനസ്സ് നൊമ്പരപ്പെടുത്താൻ പാകത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ തെളിച്ചം അവളുടെ മുഖത്തുമുണ്ടായിരുന്നു. ജെനിക്കത് മനസ്സിലായിരുന്നു. വീട്ടിലെത്തി വാതിൽ തുറന്നതും കണ്ടത് വണ്ടി ഉരുട്ടി കളിക്കുന്ന കുഞ്ചൂസിനെയും അന്നമ്മച്ചേടത്തെയുമാണ്. മിണ്ടരുതെന്ന് ചുണ്ടിന് കുറുകെ വിരൽ വെച്ച് ജെനി പാറുവിനോട് പറഞ്ഞു. കാറും ഒരു ലോറിയുമുണ്ട്. 2 കൈകൊണ്ടും അന്നമ്മച്ചേടത്തി ഒപ്പം ഉരുട്ടിവിട്ടു. കുഞ്ചൂസിൻ്റെ കാറ് ജയിച്ചേ എന്ന് പറഞ്ഞ് നോക്കിയതും കണ്ടു പൊട്ടിച്ചിരിക്കുന്ന ജിനിയെയും പാറുവിനെയും. നീ പാറു, എൻ്റെ അന്നമ്മച്ചേടത്തി നിന്റെ കുഞ്ചൂസിൻ്റെ ഇളയതാണോ അതോ മൂത്തതായാണോ വരിക? മൂപ്പ് എന്തായാലും കാണില്ല, ഏതാണ്ട് ഒപ്പമാണെന്നാ തോന്നണേ. അതും പറഞ്ഞ് ചിരിക്കുന്ന ശബ്ദം കേട്ടു. മാ മാ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി ഓടി വരുന്ന കുഞ്ചൂസിനെ എടുക്കുമ്പോഴേക്ക് അന്നമ്മച്ചേടത്തി അടുക്കളയിലേക്ക് വലിഞ്ഞിരുന്നു. അത് കണ്ടവർ വീണ്ടും ചിരിച്ചു. അന്ന് രാത്രി കുഞ്ചൂസിനെ ഉറക്കി കിടത്തി മേല് കഴുകാൻ കയറിയതായിരുന്നു പാറു. നിർത്താതെ ഫോൺ അടിക്കുന്നത് കേട്ട് വേഗം കഴുകി പുറത്തിറങ്ങി. ഫോൺ അടിച്ച് നിന്നിരുന്നു. ശബ്ദം കുറച്ച് വെച്ചെങ്കിലും കുഞ്ചൂസ് അസ്വസ്ഥതയോടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുന്നുണ്ട്. മെല്ലെ തട്ടി അവനെ ഉറക്കിയ ശേഷം ഫോൺ എടുത്തു. ഹരി സാർ, എന്താ ഈ നേരത്ത്? അപ്പോഴാണ് ഇന്ന് ഓഫീസിൽ താൻ പോരുമ്പോൾ ശ്രീയേട്ടനുമായി ഹരിസാർ സംസാരിച്ചിരുന്നത് ഓർമ്മ വന്നത്. എന്തോ അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിപ്പോയി. ആലോചിച്ച് നിന്നപ്പോഴേക്കും വീണ്ടും ഫോൺ റിങ് ചെയ്തു.
പാർവണ. ആ സാർ. താൻ ഉറങ്ങിയിരുന്നോ? ഇല്ല സാർ, പറഞ്ഞോളൂ. അത് പാർവണ. ഹരി സാർ വെക്കുന്നത് കണ്ട് പാർവണയ്ക്ക് എന്തോ ടെൻഷനായി. എന്താ സാർ? നാളെ എൻ്റെ അമ്മ വരുന്നുണ്ട്, അമ്മയ്ക്ക് തന്നെ ഒന്ന് കാണണമെന്ന്. സാർ എന്തൊക്കെയാ പറയുന്നേ? നാളെ പെട്ടെന്ന് അമ്മയെ കാണുമ്പോൾ താൻ ആകെ മൂഡ് ഓഫ് ആവരുതെന്ന് കരുതി ഇപ്പോൾ വിളിച്ചത്. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, നാളെ കാണാം, ബായ്. സാർ ഞാൻ. പാർവണ എന്തോ പറയാൻ നിന്നപ്പോഴേക്ക് ഹരി ഫോൺ കട്ട് ചെയ്തിരുന്നു. തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ്. ആകെ കൂടി വല്ലാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു പാർവണ. എന്തിനാ സാറിൻ്റെ അമ്മ എന്നെ കാണുന്നത്? ഏയ്, അങ്ങനെയൊന്നും ആവരുതേ ദേവി. പ്രാർത്ഥിച്ച് കുഞ്ചൂസിനരികിൽ കിടന്നെങ്കിലും അല്പം പോലും ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല അവൾക്ക്. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കഥകളെ സ്നേഹിക്കുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നമുക്ക് കാത്തിരിക്കാം.